ദൈവമേ സ്തോത്രം, എന്നിൽ വാഴും ദൈവമേ നന്ദി. ദൈവം മാത്രമാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്. യേശുക്രിസ്തു പാപമോചനത്തിനുള്ള അധികാരം അപ്പോസ്തോലിക ശുശ്രൂഷകരെ ഭരമേൽപ്പിച്ചു. അങ്ങനെ സഭ അനുരഞ്ജന ശുശ്രൂഷ ഏറ്റെടുത്തു. മാനസാന്തരപ്പെടുന്ന വ്യക്തി ഈ കൂദാശയിലൂടെ സുവിശേഷ അനുസൃതമായ ജീവിതം നയിക്കുവാൻ ശക്തി സംഭരിക്കുന്നു. വൈദികൻ നടത്തുന്ന കൗദാശികമായ പാപമോചന ആശീർവാദത്തിലൂടെ അനുതപിക്കുന്ന വ്യക്തിക്ക് ദൈവം പൊറുതിയും സമാധാനവും നൽകുന്നു. അനുരഞ്ജന കൂദാശയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം. പാപങ്ങൾ രണ്ടു തരവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? മാരകപാപങ്ങളും ലഘുപാപങ്ങളും. കാരണം യോഹന്നാൻ ശ്ലീഹ തന്നെയാണ് അത് വിശദീകരിക്കുന്നത്. മാരകപാപങ്ങളുണ്ട്, മരണകരമായ പാപങ്ങളെയാണ് മാരകപാപം എന്ന് പറയുന്നത്. ലഘു എന്ന് വെച്ചാൽ മാരകമല്ലാത്ത പാപങ്ങളെയാണ് ലഘുപാപങ്ങൾ എന്ന് പറയും. ഇനി വിഷവും തന്നെ രണ്ടു തരമുണ്ട് അല്ലേ? മാരക വിഷമുണ്ട്, പിന്നെ ഏത് വിഷ? സാധാരണ വിഷമുണ്ട് ഇല്ലേ? ഒരു കടന്നൽ കുത്തിയാലും അത് വിഷമാണ്, പക്ഷേ ആൾ മരിക്കുമോ? ചില സ്ഥാനത്തൊക്കെ കുത്തിയാൽ മരിച്ചെന്ന് വരും ഇല്ല, പക്ഷേ എങ്കിലും മാരകവിഷമാണെന്ന് നമ്മൾ പറയുക. അതേസമയം ഒരു നീർക്കോലി കടിച്ചാലും വിഷമാണ്, പക്ഷേ അത് മാരകവിഷമല്ല. അണലി കടിച്ചാലോ പ്രശ്നമായി. കാരണം വിഷത്തിൻ്റെ ഗ്രാവിറ്റിക്ക് വ്യത്യാസമാണ്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ പാപത്തിൻ്റെ ഗ്രാവിറ്റി. ഇനി പറയാണ്, ഇപ്പം ഇത് ഏത് തരത്തിലുള്ള വിഷമാണെങ്കിലും അതിൽ നിന്ന് മോചനം നൽകാൻ കഴിവുള്ള ഏക വ്യക്തി ആരാ? അപ്പം അത് നോക്കിക്കോണം. 1441 ഇതിൻ്റെ അകത്ത് തന്നെ 1441 പറയുകയാണ്, ഈ പാപം എന്തായിരുന്നാലും അതിൽ നിന്ന് മോചനം നൽകാൻ കഴിവുള്ള ഏക വ്യക്തി ആരാ? ആർക്ക് മാത്രം പാപം മോചിക്കാൻ അധികാരമുള്ളത്? ദൈവത്തിന് മാത്രമാണ്. ഇനി ആ അധികാരമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? പിതാവായ ദൈവം ആർക്ക് കൊടുത്തു? ദൈവപുത്രനായ യേശുവിന് കൊടുക്കുന്നു. കണ്ടോ, ഇതാണ് അതിൻ്റെ ലോജിക്. അപ്പോൾ പാപം മോചിക്കാനും പാപം ക്ഷമിക്കാനും പാപം മോചിക്കാനും പാപസ്വാധീനത്തിൽ നിന്ന് മോചിക്കാനും ഒക്കെ കഴിവുള്ള ഏക വ്യക്തി ദൈവം മാത്രം. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് 1441 പറയുകയാണ്, ദൈവം മാത്രമാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിന് മാത്രമല്ലാതെ വേറെ ആർക്കും പാപം ക്ഷമിക്കാൻ അവകാശമോ അധികാരമോ ഇല്ല. വീണ്ടും പറയാണ്, ഈശോ ദൈവപുത്രനായകയാൽ തന്നെപ്പറ്റി തന്നെ അവിടുന്ന് പറഞ്ഞു, മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട്. എവിടെ വെച്ചാ പറഞ്ഞത്? തളവാദ രോഗിയുടെ പാപങ്ങൾ മോചിച്ചപ്പോൾ യഹൂദര് പറഞ്ഞു, അല്ലെ ഫരിസേര് പറഞ്ഞു, ഇവന് പാപം മോചിച്ച ഇവൻ ദൈവദൂഷണം പറയുകയാണ്. കാരണം ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ മോചിക്കാൻ അധികാരം? അപ്പോൾ ഉടനെ ഈശോ എന്താ പറഞ്ഞത്? മനുഷ്യപുത്രന് ഈ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് ഈശോ അവിടെ ആ തളവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അപ്പോൾ ഈ അധികാരം കാണിക്കാനാണ്. എന്നിട്ട് ഈശോ എന്ത് ചെയ്തു? വീണ്ടും പറയുകയാണ്, അവിടുന്ന് ഈ ദൈവിക അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. കൂടാതെ അവിടുന്ന് തൻ്റെ ദൈവിക അധികാരത്തിൻ്റെ ശക്തിയാൽ ഈ അധികാരം തൻ്റെ നാമത്തിൽ പ്രയോഗിക്കാനായി മനുഷ്യർക്ക് അധികാരം നൽകുകയും ചെയ്തു. എവിടെയാ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെ വചനങ്ങൾ. അവിടെ പറയുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവരുടെ മേൽ എന്ത് ചെയ്തു? നിശ്വസിച്ചു. ഊതി എന്നാണ് പറയില്ല, ഊതിക്കൊണ്ടാണ് ആത്മാവിനെ കൊടുക്കുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, ആ പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് ഈശോ അവർക്ക് അധികാരം കൊടുക്കുകയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. സോ പിതാവായ ദൈവം യേശുവിന് കൊടുത്ത അതേ അധികാരം ഈശോ ആർക്ക് കൊടുക്കുന്നു? സഭയുടെ
അധികാരം പ്രത്യേകിച്ച് ശ്ലീഹന്മാർക്ക് കൊടുക്കുക. ആ ശ്ലീഹന്മാരുടെ പിന്തുടർച്ചക്കാരായ മെത്രാന്മാർക്കും മെത്രാന്മാർ കൈവപ്പ് വഴി കൃപ കൊടുക്കുന്ന വൈദികർക്കും ഈ അധികാരമാണ്. കണ്ടോ, ഇതാണ്, ദിസ് ഈസ് ദ പവർ. കാരണം അധികാരമില്ലെങ്കിൽ പാപം മോചിക്കാൻ സാധിക്കില്ല. അപ്പം ഇതാണ് അതിൻ്റെ സത്യം. വളരെ, കാരണം ലോകത്തിൽ വാസ്തവത്തിൽ ലോകത്തിൻ്റെ അത്ഭുതകരമായൊരു കൂദാശയാണ് പാപമോചനത്തിൻ്റെ കൂദാശ, അനുതാപത്തിൻ്റെ കൂദാശ എന്ന് പറയുന്നത്. കുമ്പസാരം അത്ഭുതകരമാണ് അതിൻ്റെ ശക്തി. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ കുമ്പസാരത്തിൻ്റെ എല്ലാ കൂദാശകളും അതെ, അതിൻ്റെ അർത്ഥമറിയാതെ നമ്മൾ പങ്കുചേരുന്നത് കൊണ്ട് അതിൻ്റെ ശക്തിയുടെ അനുഭവത്തിലേക്ക് വരാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇറ്റ്സ് എ മിറക്കിൾ. ആക്ച്വലി ഇന്ന് നടക്കുന്നൊരു അത്ഭുതമാണത്, പാപമോചനത്തിൻ്റെ ആ കൂദാശയിലൂടെ നടക്കുന്നത്. പ്രത്യേകിച്ച് മനഃശാസ്ത്രന്മാർ പറയും, കാൾ യുങ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ, പ്രത്യേകിച്ച് ഫ്രോയിഡിൻ്റെ ശിഷ്യനാണ് കാൾ യുങ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ ജർമ്മനിയിലായിരുന്നു, രണ്ടുപേരും ജർമ്മൻകാരാണ്. പക്ഷെ അവർ രണ്ടുപേരും മനഃശാസ്ത്രത്തിൽ പുതിയ മേഖലകൾ തുറന്ന വ്യക്തികളാണ്. പക്ഷെ അപ്പോൾ കാൾ യുങ്ങിന് ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. കാരണം ഈ ഫ്രോയിഡ് വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വെച്ചാൽ മാനസികമായ രോഗികളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നത്. പല പ്രശ്നങ്ങൾക്കും കാരണം ഈ പാപബോധവും കുറ്റബോധവും, അതോടെ പ്രത്യേകിച്ച് സെക്ഷുവൽ പ്രോബ്ലം എന്ന് വെച്ചാൽ സെക്ഷുവൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, ലൈംഗികമായ പാപങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങളൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞ് അതിങ്ങനെ സ്ഥാപിച്ച് നിൽക്കുമ്പോൾ എല്ലാം കൂടുതലും അദ്ദേഹം പറഞ്ഞത് കുറ്റബോധം എന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യൻ്റെ പല പ്രശ്നങ്ങൾക്ക്. പക്ഷേ അങ്ങനെ പറഞ്ഞ് സ്ഥാപിച്ച് വന്നപ്പോൾ ഈ കാൾ യുങ്, ശിഷ്യനായ കാൾ യുങ് നേരെ തിരിച്ച് ചിന്തിച്ചു. കാരണം ഫ്രോയിഡ് എപ്പോഴും ചിന്തിച്ചത് മനുഷ്യൻ എന്തുകൊണ്ട് രോഗിയായിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നവർ മുഴുവനും ഒരു ഭ്രാന്താശുപത്രിയിലോ അല്ലെങ്കിൽ മാനസിക സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത് ആരാ? ആരോഗ്യമുള്ള ആരെങ്കിലും ചെല്ലുമോ? ചെല്ലാറുണ്ടോ? ഇല്ല. പോണതാരായിരിക്കും? രോഗമുള്ളവരാ, ഇല്ലേ? രോഗമുള്ളവരെ അവിടെ പോകണം. അപ്പോൾ ഈ ഫ്രോയിഡ് 30-35 വർഷം ശുശ്രൂഷ ചെയ്തപ്പോഴും അദ്ദേഹം ട്രീറ്റ് ചെയ്ത അവസരത്തിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നേക്കണം 100% പേരിൽ 99% കൂട്ടിക്കൊണ്ടുവന്നവരുണ്ടാവും. പക്ഷേ അല്ലാത്തവരെല്ലാവരും ആരാ വന്നേക്കണത്? രോഗികളാണ്. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്ത, എന്തുകൊണ്ട് ഇവർ രോഗികളായിരിക്കുന്നു? അപ്പോൾ രോഗികളെ അനലൈസ് ചെയ്യുന്ന വെളിച്ചത്തിൽ അദ്ദേഹം മനസ്സിലായി, മനസ്സിൻ്റെ കുറ്റബോധവും അസ്വസ്ഥതകളും പ്രത്യേകിച്ച് കുറേ സമൂഹത്തിൻ്റെ ടാബൂസും ഇതെല്ലാമാണ് അതിൻ്റെ കാരണമെന്ന്. പക്ഷേ കാൾ യുങ് നേരെ തിരിച്ച് ചിന്തിച്ചു. കാരണം അദ്ദേഹം പഠിച്ചു നോക്കിയപ്പോൾ ഒരു സമൂഹത്തിലെ 1% അല്ലെങ്കിൽ 1-2% മാത്രമേ മാനസികമായിട്ട് രോഗങ്ങളും അസ്വസ്ഥതകളുള്ളവരുള്ളൂ, ഇല്ലേ? നമ്മുടെ സമൂഹത്തിലും അതെ, ഇല്ലേ? എത്ര ശതമാനം ഉണ്ടാവും? 1% ഉണ്ടാവുമോ? എന്ന് വെച്ചാൽ എല്ലാവർക്കും മാനസിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ ഉണ്ടാവും, ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ രോഗികളെന്ന നിലയിൽ 1-2% ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ട് സമൂഹത്തിലെ 95% ആളുകളും ആരോഗ്യവാന്മാരായിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മറ്റേ ആൾ നേരെ തിരിച്ചു ചോദിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ്? അത് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹത്തിൻ്റെ തിയറി അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം കത്തോലിക്കരെ കുറിച്ചൊരു പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കത്തോലിക്കരെ കുറിച്ച് നടത്തിയ പഠനത്തിൽ അദ്ദേഹം വളരെ മാനസിക രോഗങ്ങൾ കുറഞ്ഞ സമൂഹമായിട്ടാണ് അദ്ദേഹം ഈ കത്തോലിക്ക സമൂഹത്തെ കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന പഠനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിഗമനം ഇതാണ്: അവർക്ക് കുമ്പസാരം എന്ന കൂദാശയുണ്ട്. ആ കുമ്പസാരത്തിൻ്റെ ആ ശുശ്രൂഷയിലൂടെ കത്തോലിക്കർ എന്ത് സ്വീകരിക്കുന്നു? ആന്തരികമായ സൗഖ്യം സ്വീകരിക്കുക. ആണ് അവിടെ ഒരു അത്ഭുതകരമായ സൗഖ്യം നടക്കുക മനസ്സിന് ആന്തരിക തലത്തിൽ. അപ്പോൾ ആ സൗഖ്യം കുമ്പസാരം എന്ന കൂദാശയിലൂടെ ലഭിക്കുക. പക്ഷേ അത് തരുന്നത് ആരാണെന്ന് പറഞ്ഞത്? പിതാവായ ദൈവത്തിനെ അധികാരമുള്ളൂ. ആ അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? അവിടുത്തെ ഏകജാതനായ യേശുവിന് കൊടുത്തിരിക്കുന്നു. അതേ അധികാരം യേശു ആർക്ക് കൊടുത്തു? തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരമാണ് ഇന്ന് സഭയിലെ മെത്രാന്മാരുടെ മേൽക്കും വൈദികർക്ക് ലഭിച്ചത്. ഏതിലൂടെയാണ് ലഭിക്കുന്നത്? കൈവപ്പിലൂടെയും. ആ കൈവപ്പിൻ്റെ പിന്തുടർച്ചയാണ്. ആ കൈവപ്പിലൂടെ ആരുടെ ശക്തിയാണ് നൽകപ്പെടുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പം ആ കൈവപ്പിലൂടെ ആത്മാവിൻ്റെ ശക്തി കൊടുത്തിട്ടാണ് ഈ അധികാരം കൈമാറുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം, ആ ഡയറക്റ്റ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഇത് വീണ്ടും പറയാം, 1442 കൂടെ വായിച്ചേക്കാം. തൻ്റെ സഭ മുഴുവനും അവളുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും പ്രവൃത്തിയിലും
തൻ്റെ രക്തം വിലയായി കൊടുത്ത് താൻ നേടിയ പാപമോചനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അടയാളവും ഉപകരണമായിരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. അപ്പോൾ പറയാണ്, തൻ്റെ സഭ മുഴുവനും ഈ ഈശോ കൊടുത്ത അനുതാപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഉപകരണമായിരിക്കണം, അടയാളവും ഉപകരണവുമായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. കാരണം ഈശോ കാണിച്ച അതേ കാരുണ്യം ഇന്നും ആര് കൊടുക്കണമെന്ന്, ഇത് പിടിച്ചു വയ്ക്കാൻ പാടില്ല. അർത്ഥം ഇത് കൊടുത്തേക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? ആ സഭയുടെ പക്കലേക്ക് വരുന്ന എല്ലാവർക്കും എന്തു കൊടുക്കാനാണ്? പാപമോചനം നൽകി അവരെ വിശുദ്ധീകരിക്കാനാണ്. ഇവിടെ നമ്മളൊരു ചരിത്രം ഓർക്കണം. സഭയുടെ ആദിമസഭയിൽ ഒരു ഗണം പിതാക്കന്മാർ, എന്ന് വെച്ചാൽ സഭാപിതാക്കന്മാരിൽ തന്നെ ആശയവ്യത്യാസമുള്ളവരുണ്ടായിരുന്നു. ചില സഭാപിതാക്കന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, മാമോദിസ മുങ്ങിന് ശേഷം പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു? പാപമോചനം കൊടുക്കരുതെന്ന് വാദിച്ചവരാണ്. പക്ഷെ അന്നത്തെ മാർപ്പാപ്പന്മാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പഠിപ്പിച്ച ചില സഭാപിതാക്കന്മാരെ സഭയിൽ നിന്ന് പുറന്തള്ളിയ പോലും ചെയ്തിട്ടുണ്ട്. കത്തോലിക്കരാ സഭാംഗങ്ങളാണ്, പക്ഷേ ഇങ്ങനെ കാരണം എന്താ? ആരുടെ മനോഭാവത്തിന് എതിരാണത്? ഈശോയുടെ മനോഭാവത്തിനെതിരെ. എന്നാൽ പാപം ചെയ്യാം. പിന്നെ അവസാന പിതാക്കന്മാർ പറഞ്ഞു, സഭാപിതാക്കന്മാർ ചിലർ പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെയൊക്കെ ക്ഷമിക്കാമെന്ന് പറഞ്ഞു. എത്രയാ? എന്നുവെച്ചാൽ മാമോദിസയിലൂടെ പാപം എല്ലാം മോചിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് പിന്നെ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവരെ പുറത്ത് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവസാനം അവർ പറഞ്ഞു, ഒന്നുകൂടെയൊക്കെ ക്ഷമിക്കാം, പക്ഷേ എപ്പോഴും ക്ഷമിക്കാൻ പാടില്ലെന്ന്. പക്ഷേ സഭയുടെ മനോഭാവം ആരുടെ മനോഭാവമാണ്? ഈശോയുടെ ഈശോയുടെ മനോഭാവം എന്താ? 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ മനോഭാവമാണ് കുമ്പസാരം എന്ന കൂദാശയിൽ ആര് സൂക്ഷിക്കുന്നത്? സഭ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലും പാപിയോട് കരുണ കാണിക്കുന്ന കർത്താവിൻ്റെ അതേ മനോഭാവമാണ് സഭ ഇന്നും എന്നും ആരോട് കാണിക്കുന്നത്? പാപികളോട് കാണിക്കുന്നത്. അതവിടെ പറയുന്നത് കണ്ടോ. വിലയായി കൊടുത്ത താൻ നേടിയ പാപമോചനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ അടയാളവും ഉപകരണവുമായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു. എന്നാൽ പാപമോചന അധികാരത്തിൻ്റെ പ്രയോഗം അപ്പസ്തോലിക ശുശ്രൂഷയാണ് അവിടുന്ന് ഫലമേൽപ്പിച്ചത്. പാപമോചനത്തിനുള്ള അധികാരം എല്ലാവർക്കും പൊതുവായിട്ട് കൊടുത്തിട്ടുള്ളതല്ല. പിന്നെ ആർക്ക് കൊടുത്തിട്ടുള്ളതാ? അപ്പസ്തോലിക അധികാരത്തിൻ്റെ ഭാഗമാണ് പാപമോചനത്തിൻ്റെ. അതുകൊണ്ടാണ് എല്ലാവർക്കും പാപമോചിക്കാൻ അധികാരമുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. കാരണം പ്രത്യേക അധികാരമാണ്, ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു പ്രത്യേക അധികാരമാണ് പാപമോചനത്തിനുള്ള അധികാരം. എന്നാൽ എല്ലാ ശിഷ്യന്മാർക്കും പൊതുവായിട്ട് കൊടുത്തിട്ടുള്ള അധികാരമുണ്ട്, അല്ലേ? എന്താ പറഞ്ഞിരിക്കുക? ഈശോ കൊടുത്ത അധികാരമുണ്ട്. ഏതാ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വചനത്തിന് കൊടുത്തിട്ടിരിക്കുകയാണ്. എന്താ? വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാ പറഞ്ഞിരിക്കുക? അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പിന്നെന്താ? പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായി എന്ത് കുടിച്ചാൽ അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ എൻ്റെ നാമത്തിൽ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കണ്ടോ? ഇത് ഏതധികാരമാണ്? പൊതുവായിട്ടുള്ള അധികാരമാണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ടോ അവർ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവർ മോചിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് പൊതുവായ അധികാരവും അപ്പസ്തോലിക അധികാരം. ഒന്ന് ശിഷ്യന്മാർക്ക് പ്രത്യേകം കൊടുത്തതാണ്, മറ്റത് വിശ്വാസികൾക്ക് പൊതുവായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ വ്യത്യാസം. അപ്പം ഇതാണ് വീണ്ടും പറയുകയാണ്, അപ്പസ്തോലൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഐക്യപ്പെടുന്നു. അവനിലൂടെ ദൈവം തന്നെ ആഹ്വാനം ചെയ്യുന്ന അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തോട് രമ്യപ്പെടുവാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയാണ്. ഇനി തിരിച്ച് നമ്മൾ 1423 വരിക. ഇപ്പം കുമ്പസാരം എന്ന കൂദാശയുടെ നിർവചനം നമ്മൾ കണ്ടു. എന്താണ് പറഞ്ഞത്? പാപത്തിൽ നിന്ന് മോചനവും പാപം ചെയ്യാതിരിക്കുന്നതിന് ആവശ്യമായ ശക്തിയും നൽകി നമ്മളെ എന്ത് ചെയ്യുന്നു? ദൈവത്തോടും സഭയോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെടുത്തുന്ന കൂദാശയാണ് കുമ്പസാരം. ഇനി ഈ കൂദാശകളെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ കുമ്പസാരം എന്ന കൂദാശയെ പല പേരിൽ അറിയപ്പെടാതെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേതായിട്ട് മാനസാന്തരത്തിൻ്റെ കൂദാശ. മാനസാന്തരത്തിൻ്റെ കൂദാശ. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് കൂദാശകളുടെ പേരുകളാണ്. ഒന്നാമത്തെ പേര് മാനസാന്തരത്തിൻ്റെ കൂദാശയാണ്. എന്ന് വെച്ചാൽ അപ്പോൾ മെറ്റനോയ അല്ലെങ്കിൽ മനസാന്തരത്തെ ദൈവത്തോട് ഈശോ തന്നെ പറഞ്ഞതാണ്,
മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മനസ്സാന്തരം അത് പറയാം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരണം, മനസ്സാന്തരപ്പെട്ട് തിരിച്ചു വരണം. അപ്പോൾ ഈ കൂദാശ പ്രത്യേകമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളുടെ അല്ലെ വിശ്വാസികളുടെ എന്താണ്? മാനസാന്തരമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ദൈവോന്മുഖരായിട്ട് എപ്പോഴും ജീവിക്കാനുള്ള ഒരു ക്ഷണമാണ് ഈ കൂദാശ. അപ്പോൾ ദൈവത്തിന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ നമ്മളെ സഹായിക്കുന്ന കൂദാശയാണ് കുമ്പസാരമെന്ന്. അതുകൊണ്ടാണ് മാനസാന്തരത്തിൻ്റെ കൂദാശ. ഓരോ കാലഘട്ടത്തിലും ഈ കൂദാശ, ഇപ്പം നമ്മൾ ഇന്ന് സാധാരണ പറയുന്ന വാക്കെന്താ ഈ കൂദാശയ്ക്ക്? കുമ്പസാരം എന്നാണ് അല്ലേ? പക്ഷെ കുമ്പസാരം എന്ന് പറയുന്നത് ഈ കൂദാശയുടെ ഒരു വശം മാത്രമേ ഉള്ളൂ. അതാണിപ്പോൾ അതിൻ്റെ പ്രോബ്ലം. അതുകൊണ്ടാണ് പല പേരുകൾ ഇവിടെ പറയുന്നത്. ഇപ്പം മാനസാന്തരത്തിൻ്റെ കൂദാശ ഒന്ന് വായിക്കുക. അത് ഇത് മാനസാന്തരത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം മാനസാന്തരത്തിനുള്ള യേശുവിൻ്റെ വിളിയെ കൗദാശികമായി ഇത് യാഥാർത്ഥ്യമാക്കുന്നു. ഒരുവൻ പാപം വഴി ആരിൽ നിന്ന് അകന്നുപോയോ ആ പിതാവിലേക്ക് പിന്തിരിയുന്നതിനുള്ള ദൈവിക പദ്ധതിയാണിത്. പിന്നെ രണ്ടാമത്തെ വാക്ക് പറയുന്നത് അനുതാപത്തിൻ്റെ കൂദാശ എന്നാണ്. ഇപ്പം കുമ്പസാരത്തിലൂടെ യഥാർത്ഥ ഒരു മാനസാന്തരം സംഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് അപ്പം മാനസാന്തരമാണ്, മനസ്സിന് അന്തരം വരുന്നത്. കാരണം തെറ്റായ മാർഗത്തിൽ ചരിച്ചിരുന്നവർ നേരെ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്കും ദൈവികമായ പദ്ധതിക്കനുസരിച്ച് ജീവിതത്തിലേക്കും വരുന്നത്. അതുകൊണ്ട് ഈ കൂദാശയെ മാനസാന്തര കൂദാശ എന്ന് പറയുന്നു. രണ്ടാമത്തെ പേര് ഇത് അനുതാപ കൂദാശ എന്നറിയപ്പെടുന്നു. അനുതാപത്തിൻ്റെ കൂദാശ. ഈശോ ആവശ്യപ്പെട്ടതും ഒന്നാമത്തെ കാര്യം ഇതാണ്, അനുദപിച്ച് സുവിശേഷം. മാനസാന്തരത്തിൻ്റെ പ്രധാനപ്പെട്ട വശമാണ് ഇത് അനുതാപവും സുവിശേഷാധിഷ്ഠിതമായ ജീവിതവും. അപ്പം അതിൽ അനുതാപം പ്രധാനപ്പെട്ടതായതുകൊണ്ട് കുമ്പസാരത്തിലും അനുതാപം എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ടാണ് ഈ കൂദാശ എന്തെന്ന് വിളിക്കുന്നത്? അനുതാപത്തിൻ്റെ കൂദാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുതാപ കൂദാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നോക്കുക, ഇത് അനുതാപ കൂദാശ എന്ന് കാരണം പാപിയായി തീർന്ന ക്രൈസ്തവൻ്റെ മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പരിഹാരം ചെയ്യലിൻ്റെയും വൈയത്യവും സഭാത്മകവുമായ മാർഗത്തെ പവിത്രീകരിക്കുന്നു. കണ്ടോ, അവരുടെ അനുതാപത്തെ ഈ കൂദാശ വിശുദ്ധീകരിക്കുന്നു. ഫലദായ മാനസാന്തരത്തിലെ ഒരു ആസ്പെക്റ്റാണ് അനുതാപം. മനസ്സാന്തരം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻക്ലൂസീവാണ്. അനുതാപം എന്ന് പറയുന്നത് ആ തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖമാണ്. എന്നുവെച്ചാൽ നമ്മൾ മനസ്താപം എന്ന് പറയുന്ന വാക്കാണ് അനുതാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സിൻ്റെ താപം, എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ദുഃഖം, ചെയ്തതിലുള്ള ആ ദുഃഖത്തിൻ്റെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ അനുതാപം. പക്ഷെ മാനസാന്തരത്തിൽ അനുതാപം മാത്രമല്ല, എന്തുകൂടെ സംഭവിക്കുന്നുണ്ട്? സുവിശേഷാധിഷ്ഠിതമായ ജീവിതം. നമ്മൾ തെറ്റിനെക്കുറിച്ച് അനുദപിച്ചിരിക്കുക മാത്രമല്ല, അതിൽ നിന്ന് തിരിഞ്ഞ് പുതിയ വഴി സ്വീകരിക്കുകയാണ്. അപ്പോൾ മാനസാന്തരം ഇൻക്ലൂസീവാണ്, അനുതാപം അതിൻ്റെ അകത്തൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും കുമ്പസാരത്തിൽ അനുതാപം ഒരു എസെൻഷ്യൽ ആസ്പെക്റ്റ് ആയതുകൊണ്ടും, അത് അനുതാപം ഇല്ലെങ്കിൽ കുമ്പസാരം പൂർണ്ണമാവുമോ? അനുതാപം ഇല്ലാതെ ഞാൻ പാപമേറ്റ് പറഞ്ഞുകൊണ്ട് പാപമോചനം ലഭിക്കുമോ? ഇല്ല. അനുതാപം പ്രധാനപ്പെട്ട ഒരു എസെൻഷ്യൽ ആസ്പെക്ട്. കാരണം ഇപ്പോൾ വിവാഹം എന്ന കൂദാശയിൽ ദമ്പതികളുടെ അല്ലെങ്കിൽ വിവാഹിതരാകാൻ പോകുന്നവരുടെ സമ്മതം ആവശ്യമായ ഒരു എസെൻഷ്യൽ ആസ്പെക്റ്റ്. സമ്മതം ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് കൊടുത്താലും പറ്റുമോ? അത് ഇല്ല. കാരണം അത് വാലിഡ് ആവില്ല. കാരണം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നള്ളിഫിക്കേഷൻ വരുമ്പോൾ ഈ സമ്മതം ഇല്ലാതെയാണ് അനുഗ്രഹം സ്വീകരിച്ചെങ്കിൽ അവിടെ കൂദാശ സംഭവിക്കുന്നില്ല. കാരണം ആ കൃപ സ്വീകരിക്കാൻ സാധിക്കില്ല. അത് അനുതാപം എസെൻഷ്യൽ. അതുകൊണ്ടാണ് ഈ കുമ്പസാരം എന്ന കൂദാശ അനുതാപത്തിൻ്റെ കൂദാശ എന്ന് പറയാൻ കാരണം. മാനസാന്തരത്തിൻ്റെ കൂദാശ എന്ന് പറയാൻ കാരണം കുമ്പസാരത്തിലൂടെ ഈ ചേഞ്ച് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ മാറ്റം സംഭവിക്കുന്നതുകൊണ്ട് മാനസാന്തര കൂദാശ എന്ന് പറയുന്നു.